എന്താണ് തന്റെ രാഷ്ട്രീയം എന്നുള്ളത് അത് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പലപ്പോഴും കലാകാരന്മാർ അത് പറയാറില്ല. കാരണം ഒരുപക്ഷെ മറ്റുള്ളവരെ മുഷിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും. പക്ഷേ താനൊരു കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് കുടുംബത്തിൽ ജീവിച്ചയാളാണ്. തൻ്റെ അച്ഛൻ കോൺഗ്രസ്സുകാരനായിരുന്നു. താൻ എപ്പോഴും കോൺഗ്രസിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ അത്തരം നിലപാടുകൾ പറയും എന്നുള്ളതൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു സലീം കുമാർ. മുഖ്യമന്ത്രി വി ഡി സതീശനുമായി അടുത്ത വ്യക്തിബന്ധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ നാട്ടുകാരനാണ്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ്, അതിൻ്റെ ഒരു 2 വരി കൂടി വായിച്ചുകൊണ്ട് അദ്ദേഹം പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പരിപാടി, അത് മുഖ്യമന്ത്രി ആയ ശേഷം വി ഡി സതീശന് പറവൂരിലെ പൗരാവലി നൽകിയൊരു സ്വീകരണമായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. രാഷ്ട്രീയം എന്നത് ഒരു വിഷമാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് മക്കളെ കാര്യങ്ങൾ കടന്നു പോകുന്നത്. ഒരാള് മരിച്ചു കിടക്കുമ്പോൾ പോലും അദ്ദേഹത്തെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ ആയി തോന്നുന്നത് വിളിച്ചു പറയുന്ന പരമ ചെറ്റകളെ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ ഏറ്റവും കൂടുതൽ കുടുകുട ചിരിപ്പിച്ചിട്ടുള്ള ഒരു ഹാസ്യ നടനാണ് സലീം കുമാർ. ഹാസ്യ നടൻ മാത്രമല്ല, ദേശീയ സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ഒരു മികച്ച നടനാണ് സലീം കുമാർ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറെ നിലപാടുകളുണ്ട്. രാഷ്ട്രീയം എന്താണ് എൻ്റെ രാഷ്ട്രീയം എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇന്ന് മരിച്ചു കിടക്കുന്ന മനുഷ്യനെ, അദ്ദേഹം എന്താ പറയുക, ഹോസ്പിറ്റലായിരുന്നപ്പോൾ പോലും അദ്ദേഹത്തെ അവഹേളിച്ച് കമന്റ് ഇട്ട കുറെ കമ്മി സുഡാപ്പികളുണ്ട്. എൻ്റെ പൊന്നു പ്രേക്ഷകരെ, ഇതൊക്കെ ഇങ്ങനെയുള്ളവരൊക്കെ സഖാക്കളാണോ? നല്ലവരായിട്ടുള്ള സഖാക്കന്മാർ എത്ര പേരുണ്ട്? അവരാരും ഈ പറയുന്ന മഹാനടനെ അധിക്ഷേപിച്ച് കമന്റ് ഇട്ടിട്ടില്ല. നമ്മൾ മലയാളികൾ ഇന്നും പറഞ്ഞു നടക്കുന്ന നിരവധി കോമഡികൾ പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ സലീം കുമാർ, അല്ലേ? ഇന്നും നമ്മൾ പറഞ്ഞു നടക്കത്തില്ലേ, ഐ ആം സോറി അളിയ എന്ന് പറഞ്ഞ കോമഡി. ഇത് ആൾക്കാർ പറഞ്ഞു നടക്കത്തില്ല, ഇന്നും പറഞ്ഞു നടക്കും. ട്രോളുകൾ, ഈ പറയുന്ന സലീം കുമാറിനെ വെച്ചുകൊണ്ടുള്ള എത്ര ട്രോളുകളുണ്ട്. പിന്നെ കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ, പക്ഷേ ഭയങ്കര ബുദ്ധിയാ എന്ന് പറയുന്ന കോമഡി. ഇങ്ങനെ തുടങ്ങി സാധാരണക്കാരെ ചിരിപ്പിക്കുന്ന രീതിയിൽ കോമഡി പറഞ്ഞ് അത് ജനങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ കുടുകുട ചിരിപ്പിച്ച ഒരു നടനാണ് ഈ പറയുന്ന സലീം കുമാർ. ഇദ്ദേഹം മരിച്ചു കിടന്നപ്പോൾ പോലും അദ്ദേഹത്തെ കളിയാക്കുകയും അദ്ദേഹത്തെ തെറി പറയുകയും ചെയ്യുന്ന കുറെ നാറികൾ. എടാ, നിന്റെയൊക്കെ മനസ്ഥിതി എന്താണ്? എനിക്ക് മനസ്സിലാവുന്നില്ല. നീയൊക്കെ മനുഷ്യരാണ്. കഷ്ടം. എന്തായാലും എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. കഷ്ടം തോന്നുന്നുണ്ട്, വളരെ കഷ്ടം. ഓരോരുത്തർ ഇടുന്ന കമന്റുകൾ കണ്ടാവുണ്ടല്ലോ, നമുക്ക് തന്നെ വെറുപ്പ് തോന്നും. നമ്മൾ ഈ പറയുന്നവന്മാരുടെ നാട്ടിൽ തന്നെയാണല്ലോ എന്നുള്ളത്. അയ്യോ കഷ്ടം. ഹപ്പു ചേവർ ഹപ്പു എന്ന് പറഞ്ഞ ഒരുത്തർ ഇട്ടേക്കുക. അവനെ അങ്ങനെ പെട്ടെന്ന് കാലം കൊണ്ടുപോയതിൽ ചെറിയ ബേജാർ പൂക്കിയുടെ ഭരണം കണ്ട് അറമാദിക്കാൻ അവന് കഴിഞ്ഞില്ല. അപ്സരസിന്റെ അടുത്ത് പോയി അറമാദിക്കട്ടെ ആദരാഞ്ജലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഇട്ടിരിക്കുന്ന കമന്റ്. അപ്പൊ അതിന് ഒരാൾ എഴുതിയിരിക്കുകയാണ്, എന്ത് വിമർശനം, മുഖം പോലും മറച്ചു പിടിച്ച് വായിൽ തോന്നുന്നത് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിന് റിപ്ലൈ കൊടുത്തിരിക്കുന്നു. കുറെ പേര് എഴുതിയേക്കും, അവസാന നാളുകളിൽ സ്വയം കോമാളിയായി മാറി എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേര്. അതിൻ്റെ അകത്ത് ഈ പറയുന്ന റഹീം ഉണ്ടല്ലോ, പുള്ളിക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിന്റെ താഴെ വന്ന് ഒരാൾ കമന്റ് ഇട്ടിരിക്കുകയാണ്. അതൊരു സഹാവാണ്, അദ്ദേഹം കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്, റഹീം ഖാൻ നമ്മുടെ പോസ്റ്റിന് താഴെ വന്നിട്ട് പോലും അന്തം കമ്മികളായ വാൽമാക്രികൾ ഒരു അതുല്യ കോൺഗ്രസ്സുകാരൻ മരിച്ചിട്ട് പോലും ആദരാഞ്ജലികൾ അർപ്പിക്കാതെ അസഭ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. CPM ആയാൽ മാത്രമാണോ നമ്മൾ ഒരു മനുഷ്യനെ ആദരിക്കുന്നത്? ഇതര പാർട്ടിയിൽപ്പെട്ടവർക്കൊന്നും നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടേ? ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുത്തില്ലെങ്കിലും മരിച്ചവർക്കെങ്കിലും ഇത്തിരി ബഹുമാനം കൊടുക്കാൻ പറയണം. മരണപ്പെട്ട കലാകാരൻ സലീം കുമാറിന് ആദരാഞ്ജലികൾ. ഈ കമന്റ് കണ്ടപ്പോൾ എനിക്ക് ബഹുമാനം തോന്നി. നല്ലവരായിട്ടുള്ള ആൾക്കാരും ഉണ്ടെന്നേ. മരിച്ചു കഴിയുമ്പോഴും നിങ്ങൾ ഇങ്ങനെ പറയാൻ പോകരുത്. എന്താണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിന് അയ്യയ്യേ, മരിച്ചിട്ട് നിങ്ങൾ ഇങ്ങനത്തെ തോന്നിവാസങ്ങൾ പറയുന്നുണ്ടല്ലോ. ഒരുത്തൻ എഴുതിയിരിക്കുകയാണ്, രാജേഷ് ബാബു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം ഫേക്ക് ഐഡികളാ. അവൻ എഴുതിയിരിക്കുകയാണ്, ചെഗുവേരയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അവൻ എഴുതിയിരിക്കുക, ഇലക്ഷന് മുമ്പുള്ള ഇയാളുടെ ഡയലോഗുകളൊന്നും മറന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അടുത്തൊരുത്തൻ പ്രസാദ് CS എന്ന് പറഞ്ഞ ഒരുത്തൻ ഇട്ടിരിക്കുകയാണ്. അവൻ ഫാമിലി ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടാണ് അവൻ ഇട്ടിരിക്കുന്നത്. അവൻ എഴുതിയേക്കാണ്, നീ നരകിച്ചേ ചാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിരിക്കുകയാണ്. അതിനൊരാള് മറുപടിയായിട്ട് എഴുതിയിരിക്കുന്നു, എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നേ? പല വിശ്വാസങ്ങളായിരിക്കും, വേറെ പാർട്ടി ആയിരിക്കും എന്ന് കരുതി ഇങ്ങനെ പറയാമോ? പ്രൊഫൈലിൽ കാണുന്നത് താങ്കളുടെ കുടുംബമല്ലേ? ഇതുപോലെ പറയുമ്പോൾ സ്വയം ഒന്ന് ചിന്തിച്ചുകൂടെ എന്ന് അദ്ദേഹം എഴുതിയിരിക്കുകയാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഈ കമന്റ് ഇട്ട, നീ നരകിച്ചേ മരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടവന്റെ പ്രൊഫൈല്. ഫാമിലിയുടെ കൂടി ഇരിക്കുക. വേറൊരുത്തൻ എഴുതിയിരിക്കുകയാണ്, ഗംഗാധരൻ നായർ, നീ പോടാ ഊമ്പൻ സലീം കുമാർ എന്ന് പറഞ്ഞിട്ടിരിക്കുക. ഇവന്റെ പ്രൊഫൈല് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇവനും പ്രായമുള്ളവനാ. എന്ത് മനുഷ്യരാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ എൻ്റെ പൊന്നു പ്രേക്ഷകരെ.
നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അത് മാത്രമല്ല, എത്ര കമന്റുകൾ ഒരു ശരത്ത് എന്ന് പറഞ്ഞവൻ എഴുതിയിരിക്കുന്നു. വെച്ച് കാത്ത് കെട്ടിക്കൊണ്ടിരിക്കാതെ സലീംകുമാറിനെ അങ്ങ് കൊല്ലട. മലയാള സിനിമാക്കാരുടെ മരണം ജനാധിപത്യത്തിൽ അനിവാര്യമാണ്, അതുകൊണ്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ കൊല്ലണം. സലീംകുമാറിനെ കൊല്ലാൻ പറയുന്നതേ സിനിമാക്കാരുടെ ദൈവം ശരത്ത് RS ആണ്. എത്രയും പെട്ടെന്ന് സലീംകുമാറിന്റെ മരണ വാർത്തകളിൽ നിറയട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ. ഇവന്റെയൊക്കെ മനസ്ഥിതി നിങ്ങൾ ഓർത്തോണേ. വേറൊന്ന് വിനു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെ കരിവാരി തേച്ചവന, അസുഖം ഭേദമാവേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ യൂസഫ് മനു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ. CPM-നെ ട്രോൾ ചെയ്തതല്ലേ, ഹോസ്പിറ്റലിൽ മരിക്കുവോ, ചത്താലും വലിയ നഷ്ടമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ്. ഇങ്ങനെ തുടങ്ങി കുറെ പേരുകൾ. എന്റെ ദൈവമേ, ഇങ്ങനെയുണ്ടോ മലയാളികള്? എടാ, ഇതുപോലെ വിഷം ചീറ്റുന്ന, ഇതുപോലെ എന്താ പറയുക, മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അറിയാത്ത, മറ്റുള്ളവരെ ഇങ്ങനെ മോശക്കാരനാക്കി പറയുന്ന ഇവരെയൊക്കെ എന്താണ് പറയേണ്ടത്? നിങ്ങൾ അടുത്തൊരു പോസ്റ്റൂടെ നിങ്ങൾ കണ്ടു നോക്കിയേ. അത് പറഞ്ഞത് ഒരു സ്ത്രീയാണ്. അവർ പറയുകയാണ്, അവർ അനിത KP അനി എന്ന് പറഞ്ഞുകൊണ്ട്, കുഴപ്പമില്ല, സതീഷിനെ ഭരണത്തിൽ കയറ്റിയതല്ലേ, കൂടെ ഉണ്ടാവും മരണത്തിൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കമന്റ്. ഇതുപോലെ വൃത്തികെട്ട കമന്റ് ഇടാൻ ഈ മലയാളികൾക്ക് സാധിക്കുന്നല്ലോ. അതും ഈ അന്ധമായിട്ട് പാർട്ടിയെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്, പാർട്ടിയെ പൊക്കിക്കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ്. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ ഇതുപോലെ ആക്രമിക്കുന്നു. അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുമ്പോൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതിനെയൊക്കെ ഉണ്ടല്ലോ, നിന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്നെയൊക്കെ വളർത്തിവിടുന്ന കുടുംബത്തിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. കഷ്ടം. എന്തായാലും ഇദ്ദേഹത്തെ ഇത്രമാത്രം കമ്മികളും അതോടൊപ്പം തന്നെ സുഡാപ്പികളും വെറുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രസംഗമാണ്. ഇതൊന്നും നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ. ഇതാണ് ഇവരെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത്. അത് മാത്രമല്ല, ഇലക്ഷൻ സമയത്ത് VD സതീഷിന് വേണ്ടി ഇറങ്ങി പ്രചരണത്തിൽ വരികയും അതോടൊപ്പം തന്നെ VD സതീശൻ പറവൂരിൽ ജയിച്ചു കഴിഞ്ഞ് ഒരു പൗരാവലി ഒക്കെ നടത്തിയിരുന്നു. അതിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇദ്ദേഹം കുറെ സംസാരിച്ചിരുന്നു. ഇതൊക്കെയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടു നോക്കി. ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കണ്ടു. അപ്പൊ അത് പറയുന്നത് അദ്ദേഹത്തിന്റെ ബന്ധുവാണോ സുഹൃത്താണോ ഞാൻ മറന്നുപോയി. സുഹൃത്തിന്റെ മകൻ അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നിട്ട് പറഞ്ഞു, കേരളം കണ്ടപ്പോൾ ആ പയ്യൻ പറഞ്ഞു, കേരളം ഇത് എന്തൊരു മാറ്റമാണ്, അമേരിക്ക പോലും തോറ്റുപോകുമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സംശയമായി, ഈ പയ്യൻ ആരായിരിക്കും, എവിടെ ഉണ്ടാവും ഇപ്പൊ പയ്യൻ? അങ്ങനെ ഞാൻ ഈ പയ്യൻ അന്വേഷിച്ചിരുന്നു. എനിക്ക് പയ്യനെ കാണാൻ പറ്റി. നമ്മുടെ ഉളമ്പാറുള്ള മാനസിക ആശുപത്രിയിലായിരുന്നു. കാരണം ഞാൻ അച്ഛനോട് ചോദിച്ചു, എന്താ ഇവിടെ കൊണ്ടൊക്കെ എടുത്ത്? അല്ല, സലീമിന് അറിയാലോ, 2-3 പ്രാവശ്യം സലീം അമേരിക്കയിൽ വന്നതല്ലേ. അപ്പോ ഈ കേരളം കണ്ടിട്ട് അമേരിക്ക എന്ന് പറയാൻ അപ്പൊ തന്നെ അവന് കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അതിന്റെ പേരിലാണ് ഞാൻ ഇവിടെ അഡ്മിറ്റ് പോയിട്ടോ, കണ്ണൊക്കെ അടിപ്പിച്ച് പോയി. ആള് പോയി. 2 ആഴ്ചയായിട്ടുള്ളൂ, 1 ആഴ്ച 1 മാസമായിട്ടുള്ളൂ. വേറെ ഒരു വാർത്ത വന്നത്. വാർത്ത എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോ P രാജീവ് അദ്ദേഹത്തോട് എന്ന് പറഞ്ഞു, ഒരു വ്യവസായി വന്നിട്ടുണ്ട് കേരളത്തിൽ പണം മുടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുഖ്യമന്ത്രി ചോദിച്ചു, വളരെ നിസ്സാരമല്ല, പൈസ മുടക്കാൻ വേണ്ടി വന്നേന്ന് ചോദിച്ചു. അങ്ങനെ ഈ വ്യവസായി വന്നു. ഈ വ്യവസായിക്ക് പേരില്ല കേട്ടോ, പേര് പറയില്ല പുള്ളി. പയ്യനും പേരും അഡ്രസ്സൊന്നുമില്ല, വ്യവസായിക്കും പേരും അഡ്രസ്സൊന്നുമില്ല. അപ്പൊ ആ വ്യവസായി വന്നു. അപ്പൊ എത്ര രൂപയാണ് മുടക്കാൻ ഉദ്ദേശിക്കുന്നത്? 3 ലക്ഷം കോടിയാണെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി ഞെട്ടി, മുഖ്യമന്ത്രി ഞെട്ടി എന്താണ് കേരളത്തിൽ 3 ലക്ഷം കോടി മുടക്കുന്നത് എന്താണെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വ്യവസായ സൗഹൃദം ലോകത്ത് ഇത്രയുള്ള ഒരു സ്ഥലം ലോകത്ത് ഇന്നുമില്ല. ആന്തൂർ സാധനെ പോലുള്ളവരൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സഹായിച്ചത്? അപ്പോ ഇത് കേട്ടപ്പോൾ ഞാൻ വീണ്ടും ഇയാൾ അന്വേഷിച്ചു വന്നു. അയാൾ അന്വേഷിച്ച് വന്നപ്പോ അയാൾ നമ്മുടെ പയ്യൻ വരുന്നില്ലേ, അതിന്റെ പ്രഥവാർഡിൽ. അങ്ങനെ ഇല്ലാത്ത കഥകള്. അപ്പൊ ഡോക്ടർ പറയാണ്, മൂലമറ്റത്തുള്ള പവർ വെച്ച് ഷോക്ക് കൊടുത്തിട്ട് തീർന്നില്ല, ഇനി കഠിനംകുളത്തുനിന്ന് മറ്റേ താപനിലയ്ക്ക് നിന്ന് വൈദ്യുതി വന്നാല ഇയാളുടെ ഇത് ഭ്രാന്തി മാറുമെന്ന് പറയാം. അങ്ങനെ ഓരോ ദിവസം തോറും ഓരോ തള്ളു. കായിക മന്ത്രിയുടെ പേരിൽ വേറൊരു തള്ളു. നിങ്ങളൊക്കെ കേട്ട് കാണാം. മെസ്സി വരും കേട്ടോ, മെസ്സിയുടെ വരും, കലൂർ സ്റ്റേഡിയത്തിൽ വരും. കലൂർ സ്റ്റേഡിയത്തിൽ വന്നിട്ട് കൈരളി TV-യിൽ കോമന്റ് ഷോ അവതരിപ്പിക്കും. അങ്ങനെ പല ഇതുണ്ടായിരുന്നു. അവിടെ പണിയുന്നു, ഇവിടെ പണിയുന്നു. അപ്പോ മെസ്സി ഇവിടെ വരും, ഇന്ത്യയിൽ വരികയും ചെയ്തു. ആന്ധ്രാപ്രദേശിൽ വന്നു, ബോംബെയിൽ വന്ന്, ഡൽഹിയിൽ വന്നു. അപ്പൊ ഞാൻ മെസ്സിനോട് ചോദിച്ചു, മെസ്സി എന്താണ് കാരണം? താൻ ബോംബെയിൽ വന്നു, ഹൈദരാബാദിൽ വന്ന്, ഡൽഹിയിൽ വന്ന്, ഞങ്ങളുടെ കേരളത്തിൽ വരാൻ എന്താണ്? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചേട്ടാ വേറൊന്നും വിചാരിക്കരുത്, കേരളീയരോട് ഒരു ദേഷ്യമില്ല. എനിക്ക് 8 ബാലൻഡർ പുരസ്കാരമുണ്ട്. ബാലൻഡർ പുരസ്കാരം അറിയാലോ, ലോകത്തിലെ ഏറ്റവും മികച്ച ഫുട്ബോളർക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ്. അത് 8 സ്വർണ്ണ പന്തുകളാണ്. അയ്യപ്പ സ്വാമിയുടെ സ്വർണം കട്ടയുമായി എന്റെ ബാലൻഡർ പുരസ്കാരം വെറുതെ വെക്കൊന്ന് ചേർന്ന് തോന്നുന്നുണ്ട? അങ്ങനെയൊക്കെ ചെയ്യാൻ ചേട്ടാ മറ്റാരുണ്ട് LDF അല്ലാതെ? ഇന്നാളൊരു മൊല്ലാക്ക പറയണ്ടായിരുന്നു, സ്വർഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഴകളാണത്രേ. ഒന്ന് തേനിന്റെ പുഴ, ഒന്ന് പാലിന്റെ പുഴ,
ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുകുവന്നത്. അതൊക്കെ നമ്മൾ ഒരു കുപ്പിയിൽ വാങ്ങിക്കുമ്പോൾ അതിന്റെ സൗന്ദര്യമുള്ളൂ. അല്ല പുഴയെ കൂടി പാലൊഴുകുവന്നെ. പിന്നെ 18 കിലോമീറ്റർ ഉണ്ടാവും അത്ര ഒരു റൂം. എന്തിനാണ് നടന്ന് തൂറാനാ? അങ്ങനെ ഇവർ കണ്ടിട്ടില്ല, ഇവരാരും കണ്ടിട്ടില്ല, ഇതെന്താണെന്ന് അറിയില്ല. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മരിച്ചാൽ തീർന്നു എന്ന് നമുക്ക് പിന്നെയും ജീവിക്കണം, അതിന് സ്വർഗത്തിൽ പോകണം. ഞാൻ പറഞ്ഞ തെറ്റായി പോയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ശ്രീലങ്കയിൽ ഞാൻ ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, ഇതൊക്കെയാണ് ഇവരെ ചൊടിപ്പിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പറയും, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് അദ്ദേഹം പറയാറുണ്ട്, ഞാൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്, സ്വയം വെളിപ്പെടുത്തുന്ന ഒരാളാണ്, നല്ല രീതിയിൽ എല്ലാവരെയും ചിരിപ്പിച്ച ഒരു കലാകാരനാണ്. ആ കലാകാരൻ എന്ന രീതിയിൽ പോലും അദ്ദേഹത്തിന് ഒരു ബഹുമാനം കൊടുക്കുന്നില്ല. നിങ്ങൾ എന്താ പറയുക, നിങ്ങളെ വിമർശിച്ചു എന്ന ഒരു കുറ്റത്തിന് മരിച്ചുപോയവരെ പോലും വെറുതെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് നിങ്ങളോടുള്ള ആ ബഹുമാനവും അല്ലെ നിങ്ങളോടുള്ള ആ ഒരു താല്പര്യവും ഇല്ലാതാക്കുന്ന രീതിയിലാണ്. നല്ലവരായിട്ടുള്ള സഖാക്കന്മാരുണ്ട്, നല്ലവരായിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ചില എന്താ പറയുക നികൃഷ്ട ജീവികൾ ഇത് ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. സ്വയം നിങ്ങൾ കണ്ണാടിയിലൊന്ന് നോക്കണം. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആരെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞാൽ മറ്റാരെങ്കിലും ഇങ്ങനെ അധിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നുമെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ അങ്ങനെ മരിച്ചു കിടക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ചും മറ്റുള്ളവർ പറയുമ്പോൾ എങ്ങനെയാണെന്നുള്ളതും നിങ്ങളൊന്ന് വിലയിരുത്തണം. കഷ്ടമാണ് കേട്ടോ. എന്തായാലും ഇദ്ദേഹം അന്ന് വി ഡി സതീശന് കൊടുത്ത സ്വീകരണത്തിന്റെ അന്ന് സംസാരിച്ച കാര്യം ഒന്ന് കേട്ടു നോക്ക്. കേൾക്കാം. ഒരു പൊളിറ്റിക്കൽ സിനിമയുടെ, ത്രില്ലർ സിനിമയുടെ, ദൃശ്യം 3 പോലുള്ള സിനിമയുടെ ക്ലൈമാക്സ് പോലെ ഏകദേശം 10 ദിവസത്തോളം നമ്മളെ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ആ സന്തോഷിപ്പിക്കുന്ന വിവരം നമ്മളുടെ ചെവികളിലെത്തിയത്. ഏതായാലും നമ്മൾ പറവൂർക്കാർക്ക് അഭിമാനത്തോടുകൂടി പറയാം, ഒരു പുഞ്ചിരിക്കുന്ന മുഖമുള്ളൊരു മുഖ്യമന്ത്രിയെ കേരളത്തിന് നൽകി. ഈ പ്രാവശ്യത്തെ ഇലക്ഷന് അന്തം കമ്മികളുടെ ഒരു കണ്ണിലെ കരടായിരുന്നു ഈ പറയുന്ന സലീം കുമാർ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ആഗ്രഹം വി ഡി സതീശൻ സാറ് മുഖ്യമന്ത്രി ആകണം എന്നുള്ളത് തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ആ ഒരു ഭാഗ്യം കിട്ടി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി ഡി സതീശൻ എത്തുന്നത് കാണുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ 56-ാമത്തെ വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇതിനു മുമ്പ് നിരവധി പ്രാവശ്യം അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ അടിച്ചിറക്കിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഇദ്ദേഹത്തെ നിരവധി വട്ടം ദ്രോഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ 56-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഈ ലോകത്തോട് വിട പറയുമ്പോഴും ഇതിനു മുമ്പ് എത്രയോ തവണ ഇങ്ങനെ ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കി വിട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തെ എന്താ പറയുക, കടുത്ത മദ്യപാനിയായിരുന്നു. അതൊക്കെ കാരണമാണ് ഇദ്ദേഹം ഇപ്പോൾ ഈ ലോകത്തോട് വിട പറയാനായിട്ടുള്ള ഒരു മെയിൻ കാരണം. ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് നാളുകൂടെ നമ്മുടെ ഇടയിൽ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഇദ്ദേഹം കണ്ടിരുന്നേനെ. ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഇങ്ങനെ കമന്റിലൂടെ നിങ്ങൾ എന്താ പറയുക ഇങ്ങനൊന്നും പറയരുത്. നാളെ നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതൊക്കെ പറയുമോ? എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാകാം, രാഷ്ട്രീയ നിലപാടുകൾ ഓരോരുത്തർക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് അദ്ദേഹത്തിന്റെ മരണത്തെ വെച്ച് ആഘോഷിക്കുന്ന നിങ്ങളുടെ ഈ ചിന്താഗതി മാറ്റണം. ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇല്ലാണ്ടായി പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം. എന്താണ് പ്രേക്ഷകരെ, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മറ്റാരും കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും